സമംഗളം നടക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അമേരിക്കയിൽ പ്രാർത്ഥിക്കാം. ആറ്റുകാൽ അമ്മയുടെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഥയല്ല, പുരാണം പറയുന്ന വാഗ്മൊഴിയായിട്ടുള്ള അത് മിക്കവാറും എല്ലാവർക്കും അറിയാം എന്നുള്ളൊരു കാര്യത്തെയാണ് വിശിഷ്യ തിരുവനന്തപുരത്തുകാർക്ക്. എന്നാലും ഞാൻ അറിഞ്ഞത് ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അതിലേതെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ കറക്റ്റ് ചെയ്യണം, അത് ശരിയായിട്ട് പറയണം എന്ന് വെച്ചാൽ പല സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. എൻ്റെ അടുക്കൽ ഓരോരുത്തർ പറഞ്ഞു തന്നാണ്, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഒരു കൊച്ചു വെളുപ്പാങ്കാലം അവിടെ കിള്ളിയാറല്ലേ അവിടെ ഒഴുകുന്നത്, കിള്ളിയാറിൻ്റെ കരയിൽ കുറച്ച് സാധു സ്ത്രീകൾ ഇന്ന് ജാതി പറയാൻ പാടില്ല, പറയുകയാണെങ്കിൽ കുഴപ്പമാണ്, അതുകൊണ്ടാണ് ഞാൻ ജാതി പറയാത്തത്. പക്ഷെ ഒരു സ്പെസിഫിക് ജാതിയിലെ സ്ത്രീകൾ തന്നെയാണ്. അവർ പുല്ല് അറക്കാനോ എന്തിനൊക്കെയോ അവർ പോയി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്ന സമയമാണ്, ഒരുമാതിരി ആയിട്ടില്ല. അപ്പോൾ അവർ ഒരു സ്ത്രീയെ കണ്ടു അവിടെ കിള്ളിയാറിൻ്റെ കരയിൽ ഇരുന്ന് കാല് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അവിടുത്തെ നാട്ടുകാരിയല്ല, വളരെ ക്ഷീണിതയായിട്ടിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, എന്താ? അവർക്ക് ആദ്യം മാതൃഹൃദയത്തിന് ആദ്യം തോന്നുന്നത് അങ്ങനെയാണല്ലോ, എന്താ വിശപ്പുണ്ടോ, എന്തെങ്കിലും വേണോ? അപ്പോൾ ഈ സ്ത്രീ മറുപടി പറഞ്ഞു, വിശപ്പുണ്ട്. ശരി, ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങളുടെ കൈ കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കുറച്ച് അരിയും ശർക്കരയോ പരിപ്പോ എന്തൊക്കെയോ അവർ കൈ കൊണ്ടുവന്നിട്ടുണ്ട്. വൈകിട്ട് വരെ അവർക്ക് ജോലി ചെയ്യണമല്ലോ. അപ്പോൾ അവർ 3 കല്ല് കൂട്ടി ഒരു കലത്തിൻ്റെ അകത്ത് ഇതെല്ലാം കൂടെ ഇട്ട് വേവിച്ച് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം സമയം നേരത്തെ ആയിപ്പോയെങ്കിലും ഇതെല്ലാം കൂടെ അവർ കലത്തിനകത്തിട്ട് വേവിച്ച് കുറച്ചെടുത്ത് ഈ അതിഥിക്ക് കൊടുത്തു. വളരെ സന്തോഷത്തോടുകൂടി വളരെ സ്വാദിഷ്ടമായിട്ട് അത് കഴിച്ചു. സൂര്യൻ ഉദിച്ചപ്പോൾ ഈ കലത്തിൽ ഈ സൂര്യൻ്റെ രശ്മി വന്ന് തട്ടിയപ്പോൾ ഈ കലം സ്വർണ്ണ നിറം പോലെ, പൊന്നു നിറം പോലെയായി, പൊൻകലമായി മാറി, പൊൻകലം പോലെ തോന്നി. ആ പൊൻകലത്തിലുള്ള ആ നിവേദ്യം പൊങ്കാല. ആ പൊങ്കാല ഈ വന്ന അതിഥി വേറെ ആരുമല്ല, ദേവി തന്നെയാണ്. അപ്പോൾ ദേവിക്ക് മധുരയിൽ നിന്ന് വരുന്നു, കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്നു, ഒരുപാട് കഥകളുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങനെ ഏറ്റവും അന്ന് തൊട്ട് അമ്മയ്ക്ക്, ആറ്റുകാലമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിവേദ്യം ഈ പൊങ്കാലയാണ്. അമ്മ നദിയുടെ തീരത്ത് ഇരുന്ന് അമ്മയുടെ കാലാറ്റി, കാലിങ്ങനെ വെള്ളത്തിലിട്ട് കാലിങ്ങനെ നനച്ചു, കാലാറ്റുന്നതുകൊണ്ട് ആറ്റുകാൽ എന്ന് പേര്, ആറ്റുകാൽ എന്ന പേര്. ഇതാണ് ഒരു കഥ, അല്ലെങ്കിൽ ഒരു വേർഷൻ. കഥ എന്ന് പറയാൻ വേണ്ട, ഒരു വേർഷൻ. വേറൊരു വേർഷൻ ഉള്ളത്, അന്നും ഇന്നും എത്രയോ നായർ കുടുംബങ്ങളാണ് ആറ്റുകാലിൻ്റെ എത്രയോ 16 എത്ര നിശ്ചയമില്ല, ആ കുടുംബങ്ങളാണ് അന്ന് ആ സ്ഥലമൊക്കെ അവരുടെയാണ്. അന്ന് അമ്പലമൊന്നുമില്ല, ഈ സ്ഥലം അവരുടെയാണ്. അതിൽ ഒരു ദിവസം വൈകിട്ട് സന്ധ്യ മയങ്ങാൻ തുടങ്ങി, ഏകദേശം വൈകിട്ടായി. ആ കുടുംബത്തിൻ്റെ കാരണവൻ നദി കിള്ളിയാർ കടന്ന് മറ്റേ സൈഡിലേക്ക് പോകണം, അദ്ദേഹത്തിൻ്റെ ഭവനം അവിടെയാണ്. ആ വള്ളത്തിലേ പോകാൻ പറ്റൂ. അപ്പം വള്ളം വരാൻ നിന്നപ്പോൾ അവിടെ അതാ നിൽക്കുന്നു ഒരു പെൺകുട്ടി, ഒരു പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് പൂവെല്ലാം ചൂടി ഒരു പെൺകുട്ടി, സുന്ദരി കുട്ടിയാണ്. പക്ഷെ ഇവിടെ കണ്ടിട്ടില്ല. അപ്പോൾ കുട്ടിയുടെ വേഷമൊക്കെ മുഖമൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം വിചാരിച്ചതൊരു ബ്രാഹ്മണ കുട്ടിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞെന്താ ഇവിടെ നിൽക്കുന്നത്, എങ്ങോട്ട് പോകാനാണ് നിൽക്കുന്നത്? അപ്പം എന്നെ ഈ നദി കടത്തിക്ക് തരാമോ? ഓ ആവാമല്ലോ, ഞാൻ പോവാണ്, എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ കൊണ്ടുവന്ന് നദി കടന്നപ്പം കുട്ടി പറഞ്ഞു, ഇനി ഞാൻ പൊക്കോളാം. അപ്പം അദ്ദേഹം പറഞ്ഞു, അത് പറ്റുകയില്ല, ഇത് ഇരുട്ടാവുന്നു, കുട്ടി തനിച്ചെവിടെ പോവും? കുട്ടി പറഞ്ഞാൽ അവിടെ ഞാൻ കൊണ്ടുവന്നാക്കാം, എവിടെയാണെന്ന് വെച്ചാൽ കുട്ടി അവിടെ കൊണ്ടുവന്ന് ഞാനാക്കാം, സുരക്ഷിതമായിട്ടാക്കാം. അപ്പോൾ കുട്ടി പിന്നെ വേണ്ട ഞാൻ പൊക്കോളാം. അദ്ദേഹം പറഞ്ഞു, അത് പറ്റൂല, തന്നെ എനിക്ക് വിട്ടിട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ വസതി, എൻ്റെ ഭവനം തൊട്ടടുത്തുണ്ട്, അവിടെ രാത്രിയിൽ ഇരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം, എന്തെങ്കിലും ചെയ്യാം.
ആ കുട്ടിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്തായാലും നിർബന്ധിച്ച് കുട്ടിയെ കൊണ്ടുവന്ന് കുട്ടിയെ പൂമുഖത്തിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി ഒരു പക്ഷേ ബ്രാഹ്മണ കുട്ടി അന്നത്തെ കാലമൊക്കെയാണ്. അപ്പോൾ ഇനി ആഹാരം കഴിച്ചില്ലെങ്കിൽ അതിന് കരിക്കും വെള്ളം കൊണ്ട് കൊടുക്കാം, കരിക്കും വെള്ളം കഴിക്കാമല്ലോ. അപ്പോൾ കരിക്കും വെള്ളം കുടിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ തലയാട്ടി. ഇദ്ദേഹം അകത്ത് ഓടിപ്പോയി ഭാര്യയിലേക്കൊക്കെ പറഞ്ഞു, നമുക്കൊരു വിശിഷ്ട അതിഥി വന്നിട്ടുണ്ട്, ഒരു കുട്ടിയാണ്, എളുപ്പം കരിക്കെടുക്കൂ, എളുപ്പം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇവർ കരിക്കെടുത്തോണ്ടെന്ന് ഇവിടെ കുട്ടിയില്ല, ആരുമില്ല. അപ്പോൾ ഇവർ ഇദ്ദേഹത്തിനെ വഴക്ക് പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ വയസ്സുകാലത്ത് തോന്നുക, ഒന്നുമില്ല, ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇല്ല, ഞാൻ കൊണ്ടുവന്നതാണ് ആ കുട്ടി. എന്നാൽ എവിടെ കുട്ടി? അവിടെ മുഴുവൻ മുറ്റത്തിലൊക്കെ ഓടി നടന്നു, കുട്ടി അവിടെ ഇല്ല. ഇദ്ദേഹത്തിന് അന്ന് രാത്രി കിടക്കാൻ പോയപ്പോൾ വലിയ വിഷമം, എന്ത് പറ്റിയെന്നറിയാൻ വയ്യ. അങ്ങനെ രാത്രി ഉറക്കം ശരിക്കും വന്നേരം ഉറങ്ങി ഒന്ന് മയങ്ങിയപ്പോൾ ആരോ തട്ടുന്നു. കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ഈ കുട്ടി പൂവുമൊക്കെ ചൂടി പട്ട് പാവടയും പട്ട് ബ്ലൗസൊക്കെ ഇട്ട് ആ കുഞ്ഞ്. അപ്പോൾ ഇദ്ദേഹം അത് എൻ്റെ കുട്ടി എന്നെ ഇങ്ങനെ ഊശിയടിച്ച് ഇങ്ങനെ ചെയ്ത് എന്തിനാ? ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു, എല്ലാവരും പറഞ്ഞു കുട്ടിയില്ല എന്ന്. ഇപ്പോൾ എവിടെ നിന്നാണ് വന്നത്, എവിടെ പോയി? അപ്പോൾ കുഞ്ഞ് ചിരിച്ചു. അയ്യോ, ഞാൻ ഊശിയടിക്കാൻ ചെയ്തതല്ല, അതിന് ഒന്നുകൂടെ എന്നെ ഒന്ന് നോക്കാമോ? ഞാൻ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലോ, ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കണേ. നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഈ കുട്ടി മാറി ദേവിയുടെ രൂപമായിട്ട് നിൽക്കുകയാണ് അവിടെ. അപ്പോൾ ആകെപ്പാടെ വെപ്രാളപ്പെട്ട് ചാടി എണീച്ച് എന്ത് ചെയ്യാമെന്നറിയാൻ വയ്യ. നമസ്കരിച്ച് പേടിയാണോ സന്തോഷമാണോ ഒന്നും അറിയാൻ വയ്യ. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഒരു കാര്യം വേണം, പറയണം, എന്താ വേണ്ട, ഞാൻ എന്ത് ചെയ്യാം? എനിക്കൊരു കൂര പണിഞ്ഞു തരണം. എവിടെ തരണം? നാളെ രാവിലെ പോയി നോക്കൂ, അവിടെ അടയാളം കാണും, അവിടെ എനിക്കൊരു കൂര പണിയണം. എങ്ങനെയെങ്കിലും എന്നിട്ട് വാനിഷ് ചെയ്യണം, അന്തർധാനം ചെയ്യണം. പിന്നെ അവിടെ ഇല്ല, ദേവി അന്തർധാനം ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എങ്ങനെയെങ്കിലും സമയമായി ഓടി വെളിയിൽ പോയി നോക്കിയപ്പോൾ മണ്ണിൽ കുറച്ച് ദൂരം പോയപ്പോൾ വളരെ സ്പഷ്ടമായിട്ട് മണ്ണിൽ കാണാം ഒരു ത്രിശൂലത്തിൻ്റെ 3 ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്ന നല്ല വൃത്തിയായിട്ട് പാട് കാണാം. ത്രിശൂലത്തിൻ്റെ വൃത്തിയായിട്ട് അവിടെയാണ് ഒരു മുടുപ്പര കെട്ടിയത്. ഒരു കൊച്ചോലയെല്ലാം ഇട്ട് ഒരു മുടുപ്പര കെട്ടി ദേവിയെ അവിടെ ആവാഹിച്ചു വെച്ച് അത് പിന്നെ വലുതായി ഇന്നത്തെ വലിയ ആറ്റുകാൽ ക്ഷേത്രമായിട്ട് മാറി. ഈ രണ്ട് പറയാറുണ്ട്, ഈ രണ്ട് കഥയും ഈ 2 വേർഷനും പറയാറുണ്ട് അമ്മയുടെ കാര്യത്തിൽ.